വോട്ടർ അധികാർ യാത്ര. വോട്ടർ അധികാർ യാത്ര ചരിത്രമാക്കിയതിന് നന്ദി. ഹൈഡ്രജൻ ബോംബ് ഉടൻ പൊട്ടിക്കുമെന്ന് രാഹുൽ. ഇടയ്ക്കിടെ യാത്ര നടത്തുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു ഹോബിയാണ്. ഒരുപക്ഷെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ യാത്രകൾ നടത്തിയിട്ടുള്ള ദേശീയ നേതാവ് രാഹുലാണെന്ന് കരുതാം. എന്നാൽ ഇത്തവണത്തെ യാത്ര രാജ്യമൊട്ടാകെ നടത്താതെ ബീഹാറിൽ ഒതുക്കിക്കളഞ്ഞു. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ബീഹാറിൽ ഇന്ത്യ സഖ്യത്തെ ശക്തിപ്പെടുത്താനാണ് യാത്ര നടത്തിയതെന്ന് കരുതാം. പക്ഷേ യാത്ര വലിയ വിജയമാണെന്നാണ് രാഹുൽ വിലയിരുത്തുന്നത്. വോട്ടർ അധികാർ യാത്രയുടെ വിജയത്തിൽ എല്ലാവരോടും നന്ദി പറയാനും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മറന്നില്ല. RJD നേതാക്കളായ ലാലു പ്രസാദ് യാദവ്, തേജസ്വി യാദവ് അടക്കമുള്ളവരോടാണ് രാഹുൽ നന്ദി പറഞ്ഞ് രംഗത്തെത്തിയത്. സമൂഹ മാധ്യമത്തിലൂടെയായിരുന്നു രാഹുൽ നന്ദി പ്രകടിപ്പിച്ചത്. പാട്നയിലെ ഗാന്ധി മൈതാനിയിൽ നടന്ന യാത്രയുടെ സമാപന ചടങ്ങിന് ശേഷമായിരുന്നു രാഹുലിന്റെ പ്രതികരണം. അതേസമയം കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കടന്നാക്രമിച്ച വോട്ടർ അധികാർ യാത്രയുടെ സമാപന ദിനത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു. താൻ പുറത്തുവിട്ട വോട്ട് മോഷണ ആരോപണത്തിന് പിന്നാലെ കൂടുതൽ ഗുരുതരമായ വിവരങ്ങൾ പുറത്തുവരാൻ പോകുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഹൈഡ്രജൻ ബോംബ് എന്നാണ് വരാനിരിക്കുന്ന പുതിയ വെളിപ്പെടുത്തലിനെ രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചിരിക്കുന്നത്. വോട്ട് മോഷണത്തിന് പിന്നാലെ മറ്റൊരു സുപ്രധാന വെളിപ്പെടുത്തലിന് കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ്. ഇതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുഖമുയർത്തി രാജ്യത്തെ അഭിമുഖീകരിക്കാൻ സാധിക്കില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധി നയിച്ച വോട്ട് അധികാർ യാത്രയിലെ കേരളത്തിലെ ഇടതു നേതാക്കളുടെ അസാന്നിധ്യത്തെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് കൊടിക്കുന്നിൽ സുരേഷ്. ഇടതുപക്ഷത്തിന്റെ ഏക മുഖ്യമന്ത്രി അനുകൂലിച്ചു എന്ന പ്രസ്താവന പോലും ഇറക്കിയില്ല എന്നത് ദുരൂഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. BJP CPM ഗൂഢാലോചന എന്ന ആരോപണത്തിന് ബലം നൽകുന്നതാണിതെന്നായിരുന്നു കൊടിക്കുന്നിലിന്റെ മറ്റൊരു കണ്ടെത്തൽ. ഇത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും വോട്ടധികാർ യാത്രയുണ്ടാക്കിയ തരംഗം ഇന്ത്യ സഖ്യത്തെ ബീഹാറിൽ അധികാരത്തിലെത്തിക്കുമെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു.